ഹാൻഡ് ഗെയിമിൻ്റെ ആ ഒരു സോങ് എത്തിയിരിക്കുകയാണ്. ലോസർ സോങ് ഒരു കിണ്ണം കാച്ചിയ സോങ് എന്ന് തന്നെ പറയാം. അതെ, ഒരു റാപ്പ് സോങ്ങിൻ്റെ മൂഡിലുള്ള ഒരെണ്ണം. അതായത് നമ്മൾ പണ്ട് 80s കേട്ടിരുന്ന ഇംഗ്ലീഷ് മൂവീസിലേക്ക് ഒരു സോങ്ങിൻ്റെ അതേ രീതിയിലുള്ള ഒരു കിടുക്കൻ സംഭവം തന്നെയാണ്. 4 ലാംഗ്വേജിലുള്ളതാണ്. സി മ്യൂസിക് സൗത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം. ഇതിൽ ഏറ്റവും സൂപ്പറായി എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ തമിഴും തെലുങ്കുമാണ്. മലയാളം എനിക്ക് അത്ര അങ്ങ് സുഖമായില്ല. കാരണം അതിൻ്റെ വാക്കുകളെല്ലാം ശരിക്കും ഒരു പാൻ ഇന്ത്യൻ മൂവി, നമ്മളൊരു തെലുങ്ക് തമിഴ് മൂവിയൊക്കെ മലയാളത്തിൽ കാണുന്ന ഫീലായിരിക്കുമെന്നാണ് ഈ ഒരു സോങ്ങും ഇതിൻ്റെ വരികളുമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷേ ഒരു ഒന്നൊന്നര സംഭവമായിരിക്കും നഹാസ് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെയെന്നുള്ളതാണ് നമുക്ക് ഇൻസൈഡ് റിപ്പോർട്ടുകളിൽ ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ടെന്നല്ല, പ്രതീക്ഷിച്ചോ എന്നുള്ളത് തന്നെയാണ് ഫീൽ കിട്ടിയിരിക്കുന്നത്. ബാക്കിയെല്ലാം റിലീസിൻ്റെ ടൈമിലാണല്ലോ. എന്തായാലും ഈ ഒരു സോങ്ങിലേക്ക് കിടക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പായി തോന്നിയത് തമിഴാണ്, സെക്കൻഡ് തെലുങ്ക്, പിന്നെ കന്നഡ, നാലാമത് മലയാളം എന്നുള്ളതാണ്. എന്തായാലും ലോസർ സോങ്ങിൻ്റെ ആ ഒരു കമ്പോസിഷനും ബാക്കിയെല്ലാം നോക്കാം. സോങ് ആം ഗെയിം എന്ന് പറഞ്ഞ ചിത്രത്തിനകത്ത് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ജെക്സ് ബിജോയാണ്. വോക്കൽസ് ബെന്നി ഡയറാണ്. ലിറിക്സ് സനാറേ ആണ്. അതേപോലെ തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഇപ്പോൾ ഏത് ഭാഷയിലാണെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ലെവലിലാണ്. ഒരു ഹിന്ദി എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. നമ്മളെ പ്രതീക്ഷയാണ് ഹിന്ദിയിലും സിനിമ റിലീസ് ഉണ്ടെന്നുള്ളത് തന്നെയാണ് നേരത്തെ കിട്ടിയ റിപ്പോർട്ടുകൾ. എന്താണേലും ഒരു രസകരമായ വളരെ വെറൈറ്റി ആയിട്ട് വ്യത്യസ്തത പുലർത്തുന്ന കൊള്ളാം. മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ കുറവുകളായിരുന്നു അദ്ദേഹത്തിന് ഡാൻസ് കളിക്കാൻ അറിയില്ല എന്നുള്ളത്. പക്ഷേ ദുൽഖർ അത് കവർ ചെയ്യുന്നത് നമുക്ക് കാണാം. എന്ത് സിമ്പിളായിട്ട് അത്ര രസകരമായിട്ടാണ് ദുൽഖർ ഇതിനകത്തിൽ ഡാൻസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല ദുൽഖറിൻ്റെ എല്ലാ സിനിമകളിലും അദ്ദേഹത്തിൻ്റെ ഡാൻസ് ഗംഭീരം തന്നെയാണ്. എന്തായാലും ഇവിടെ അടിച്ച് പൊളിയാണ്. ഒരു റിച്ച് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് മൂവി തന്നെയാണ്. 50 കോടിയും ബഡ്ജറ്റിൽ ഒരു സിനിമ വരുന്നതെന്ന് പറഞ്ഞാൽ കാശ് പൊട്ടിച്ചിട്ട് വരുന്ന സിനിമയാണ്. പല സിനിമകളും 50ഉം 100ഉം ഒക്കെ പറഞ്ഞ് തള്ളുമ്പോൾ അതിനകത്തിലൊക്കെ നമുക്ക് കാണാം ഒന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഇത് കാശ് മുടക്കി തന്നെയാണ്. നമുക്കറിയാം ലോക പോലെ ഒരു ചിത്രം 30 കോടിയിൽ ചെയ്തപ്പോൾ അതിനകത്തിൽ പണിയെടുത്തും നല്ല രസകരമായി 30 കോടി മുടക്കി ചെയ്തതാണ്, അല്ലാതെ തള്ളി ചെയ്ത സിനിമയല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സിനിമയും അതേ റേഞ്ചിലുള്ളതാണ്. അതേപോലെ നഹാസിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തിന് 6 വർഷങ്ങളായി അദ്ദേഹം ആ ഒരു പ്രയത്നത്തിൻ്റെ പുറകെ ദുൽഖറിനെ വെച്ച് ചെയ്യാനായി. എന്താണേലും ഈ ഒരു സോങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ പറയാം. എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മൾ കാണുന്ന പടങ്ങളുടെയൊക്കെ പലപ്പോഴും നമുക്ക് എന്തൊക്കെയോ തോന്നും, പിന്നീട് ഇഷ്ടപ്പെടുമെങ്കിൽ ഇവിടെ ഇത് ഫസ്റ്റ് ഇത് കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. കട്ടയ്ക്ക് കൂടെ വേണം. Great Medias.